ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മഹാരാജാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചിറയൻകീഴിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സജി. ഞാൻ നിങ്ങളെ ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. हमारे हिंदी पाठ्यपुस्तक में कुल 4 इकाइयों में 15 പാഠഭാग പഠने को दिए हैं. इसकी पहली इकाई है, ഇതിലെ ഫസ്റ്റ് മോഡ്യൂളാണ് സപ്പനെ സുഹാനെ. മനസ്സിലായോ? 4 യൂണിറ്റുകളിലായിട്ട് നമുക്ക് 15 പാഠഭാഗങ്ങളാണ് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന യൂണിറ്റിന്റെ പേരാണ്, ഫസ്റ്റ് യൂണിറ്റിന്റെ പേരാണ് സപ്പനെ സുഹാനെ. पहला पाठभाग हिंदी के विख्यात कहानीकार सुकेश साहनी द्वारा रचित एक लघु कथा है. दूसरा हिंदी के प्रसिद्ध छायावादी कवि जयशंकर प्रसाद द्वारा रचित एक कविता मधुऋतु. तीसरा सूचना के अधिकार अधिनियम से जुड़े पत्र व्यवहार से संबंधित एक पाठभाग है. और अंतिम पाठभाग एक एकांगी है, जुलूस. चंद द्वारा रचित एक कहानी है जुलूस. इस कहानी को उसी नाम से नाट्य रूपांतर दिया है हिंदी के विख्यात महिला कहानीकार चित्रा मुदगल. അപ്പോൾ ശരി, നമ്മുടെ പഹലെ ഇക്കായി കാ നാം ഹേ സപ്പനെ സപ്പനെ സുഹാനെ. ഇതിൽ ആദ്യത്തെ പാഠത്തിന്റെ പേരെന്താണ്? അനുതാപ്. സുകേഷ് സാഹിനി ദ്വാര ലിഖിത ഏക് ലഘുകഥ അനുതാപ്. സുകേഷ് സാഹിനി എഴുതിയ ലഘുകഥയാണ് അനുതാപ്. ഈ അനുതാപ് എന്ന് പറഞ്ഞ ലഘുകഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ശരി. നോക്കൂ, ലഘുകഥ ക്യാ ഹേ? ലഘുകഥ എന്ന് നിങ്ങൾ നേരത്തെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ലഘുകഥ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനെയാണ് നമ്മൾ ലഘുകഥ എന്ന് പറയുന്നത്? ഒരു വലിയ നോവലിനെ ചുരുക്കി ചെറുതാക്കി എഴുതി വെച്ചാൽ അത് ലഘുകഥയാകുമോ? ഇല്ല. ലഘുകഥ എന്ന് പറഞ്ഞാൽ വലിയ കഥയുടെ ചെറിയ രൂപമല്ല, അല്ലെങ്കിൽ വലിയ കഥയെ ചുരുക്കി എഴുതുന്നതല്ല ലഘുകഥ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ലഘുകഥ എന്ന് പറയുന്നത്? നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. നോക്കൂ കുട്ടികളെ, ലഘുകഥ കാ മത്ലബ് ഛോട്ടി കഹാനി സെ നഹീ ഹേ, ഛോട്ടി കഹാനി ലഘുകഥ ഹോത്തി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോ? വലിയൊരു നോവലിനെ ചുരുക്കി എഴുതിയാൽ അത് ലഘുകഥയാവത്തില്ല. പക്ഷേ കഥ എഴുതുന്നതിൻ്റെ ഒരു ചെറിയ രൂപം തന്നെയാണ് ലഘുകഥ എന്ന് പറയുന്നത്. അതായത് കഥയുടെ ഏറ്റവും ചെറിയ രൂപമാണ് ലഘുകഥ. പക്ഷെ ഒരു വലിയ കഥയെ ചുരുക്കി എഴുതിയാൽ എന്താവത്തില്ല? ലഘുകഥയാവുന്നില്ല. ഷോർട്ട് സ്റ്റോറി ഡസ് നോട്ട് മീൻ എ ഷോർട്ട് സ്റ്റോറി എന്ന് വെച്ചാൽ ചെറിയ കഥയല്ല. വലിയ കഥയെ ചുരുക്കി എഴുതുന്നതല്ല ഷോർട്ട് സ്റ്റോറി. ഷോർട്ട് സ്റ്റോറി ഈസ് എ ഷോർട്ട് സ്റ്റോറി വിത്ത് ആൻ എംപ്റ്റി സ്പേസ് ബിറ്റ്വീൻ ഷോർട്ട് ആൻഡ് ഫിക്ഷൻ. അതാണ് നമ്മൾ പറഞ്ഞത്. ലഘു കഥ, ഇതിൻ്റെ ഇടയിൽ ഒരു ഖാലി സ്ഥാനം ഒത്തായി. ചെറുത് കഥ, ഇതിനിടയിൽ ഒരു സ്ഥാനം. ലഘുകഥയ്ക്ക് അതിൻ്റെതായ ചില സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളാണ് ആ സ്പേസിലുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ പഠിക്കുന്ന പാഠം അനുതാപ്. അത് പഠിച്ചു കഴിയുമ്പോൾ ശരിക്കും എന്താണ് ഈ ലഘുകഥ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ആജ് മനുഷ്യ വ്യസ്ത് ഹേ, ഇസ് വ്യസ്തതാ മേ ലഘുകഥ നാമക് വിധ ലോകപ്രിയ ഹോത്തി ജാ രഹി. മനുഷ്യൻ വളരെ തിരക്കുള്ളവനാണല്ലോ ഇന്നിപ്പോൾ. എല്ലാവർക്കും സമയം വളരെ കുറവാണ്. അപ്പോൾ വലിയ നോവലുകളും വലിയ കഥകളും ഒക്കെ വായിക്കാൻ എല്ലാവർക്കും സമയം കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ലഘുകഥ എന്ന് പറഞ്ഞ ഈ ഒരു കഥാരീതി അല്ലെങ്കിൽ ഈ ഒരു സാഹിത്യ രീതി വളരെ ലോകപ്രിയ ഹോത്തി ജാ രഹി, വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് അത്രത്തോളം സമയം മാത്രമല്ലേ കിട്ടത്തുള്ളൂ കഥകളൊക്കെ വായിക്കാൻ. അതുകൊണ്ട് ലഘുകഥ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ വായിച്ചു തീർക്കും. മാത്രമല്ല, ഒരു കഥ വായിക്കുന്നതിൻ്റെ അനുഭൂതി നമുക്ക് പകർന്നു നൽകാനും ലഘുകഥയിലൂടെ കഴിയും. അതാണ് ലഘുകഥയുടെ പ്രത്യേകത. അപ്പോൾ ശരി, അടുത്തതായിട്ട് നമ്മൾ ഈ കഥ എഴുതിയ കഹാനികാറിനെ കുറിച്ചാണ് നോക്കുന്നത്. കഹാനികാർ കെ ബാരെ മേ. ठीक है, हमारे ലഘുകഥ का नाम है അനുതാപ്. അനുതാപ് എഴുതിയിരിക്കുന്നത് കഹാനിക്കാർ കാ നാം സുകേഷ് സാഹിനി. സുകേഷ് സാഹിനി എഴുതിയ ലഘുകഥയാണ് നമ്മൾ പഠിക്കുന്ന അനുതാപ്. സുകേഷ് സാഹിനി കാ ജന്മ 5 सितंबर 1956 में उत्तर प्रदेश के लखनऊ में हुआ था. മനസ്സിലാവുമല്ലോ. 1956 സെപ്റ്റംബർ 5-ാം തീയതി ഉത്തർപ്രദേശിലെ ലഖ്നൌവിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പ്രമുഖ രചനായം ലഘുകഥാ സംഗ്രഹ് ഡരേ ഹുയേ ലോക് ഠണ്ഡി രജായി. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ ലഘുകഥാ സംഗ്രഹങ്ങളാണ്. മൈമ ഔർ അന്യ കഹാനിയാം അപ്കെ കഹാനി സംഗ്രഹ്, ഇത് അദ്ദേഹത്തിന്റെ കഥ
സംഗ്രഹങ്ങളാണ്. ഖലീൽ ജിബ്രാൻ की ലഘുകഥായെ, ഖലീൽ ജിബ്രാൻ की ലഘുകഥായെ आपकी അനുവാദ്, അനുവാദ് മത്ലബ് ട്രാൻസ്ലേഷൻ ആണ്, അദ്ദേഹത്തിന്റെ വിവർത്തനങ്ങളാണ്. അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ देखो, ഡോക്ടർ പരമേശ്വർ ഗോയൽ ലഘുകഥാ സമ്മാൻ, माता शर्बती देवी पुरस्कार और आपको मुरली मनोहर हिंदी साहित्यिक सम्मान भी प्राप्त हुई. അദ്ദേഹത്തിന്റെ കഥകളുടെ സവിശേഷതകളാണ് നമ്മൾ അടുത്തതായിട്ട് പരിശോധിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ കഥകളുടെ സവിശേഷത? ഹിന്ദി ലഘുകഥാ ക്ഷേത്ര കാ സശക്ത ഹസ്താക്ഷർ, മനസ്സിലാവുമല്ലോ. ഹിന്ദി ലഘുകഥാ മേഖലയിലെ ശക്തമായ ഒരു കയ്യൊപ്പാണ്, ഒരു ഐഡന്റിറ്റി ഉള്ള ആളാണ് ആര്? സുകേഷ് സാഹനി. മനസ്സിലായല്ലോ. ടൂട്ടത്തെ സാമാജിക് മൂല്യം പർ ചിന്ത, അദ്ദേഹത്തിന്റെ കഥകളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക മൂല്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തിന്റെ കഥകളിൽ നമുക്ക് കാണാൻ കഴിയും. ഗ്രാം സംസ്കൃതി കാ ഭോലാ ഭാലാ ചിത്രം, അതേപോലെ തന്നെ ഗ്രാമീണ സംസ്കാരത്തിന്റെ നിഷ്കളങ്കമായ ചിത്രം അദ്ദേഹത്തിന്റെ കഥകളിൽ സാഹിത്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഷഹരി സഭ്യത കെ ഖോക്കലേപ്പൻ കെ പീച്ചെ ഭാഗത്തെ ലോഗോം കി വ്യഥ. എന്താണ് ഖോക്കലേപ്പൻ എന്ന് പറഞ്ഞാൽ? പൊള്ളത്തരം എന്ന് നമ്മൾ പറയും. ഷഹരി സഭ്യതാക്കെ, നഗര സംസ്കാരത്തിന്റെ പൊള്ളത്തരങ്ങൾക്ക് പിറകെ ഓടുന്ന, ഭാഗത്തെ ലോകോം കി, ആളുകളുടെ വ്യഥ, ദുഃഖം. നഗര സംസ്കാരത്തിന്റെ പൊള്ളത്തരങ്ങൾക്ക് പിറകെ ഓടുന്ന ആളുകളുടെ ദുഃഖവും അദ്ദേഹത്തിന്റെ രചനകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നിമ്ന മധ്യവർഗ കി പീഡ ഓർ നിരാശ, നിമ്ന മധ്യവർഗം എന്ന് പറഞ്ഞാൽ താഴ്ന്ന മധ്യവർഗത്തിൽപ്പെട്ട ആളുകളുടെ വേദനയും പീഡ, നിരാശ, ഇതും അദ്ദേഹത്തിന്റെ രചനകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്രയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യത്തിന്റെ സവിശേഷത. അദ്ദേഹത്തിന്റെ ദേൻ മത്ലബ് മലയാളത്തിൽ നമ്മൾ സംഭാവന എന്ന് പറയും. അദ്ദേഹം എന്തൊക്കെയാണ് സാഹിത്യത്തിന് നൽകിയത്? സംവേദനശീല ഭാവുക് ശൈലി, സെൻസിറ്റീവ് സെന്റിമെന്റൽ സ്റ്റൈൽ, വൈകാരികമായ ഭാവാർദ്രമായ ശൈലിയാണ് അദ്ദേഹം സാഹിത്യത്തിന് നൽകിയ സംഭാവന. അദ്ദേഹം ഇപ്പൊ ജോലി ചെയ്യുന്നത് ഭൂഗർഭ ജൽ വിഭാഗമേ അധികാരി, ഭൂഗർഭ ജല വകുപ്പിലെ ഓഫീസറായിട്ട് അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഇത്രയാണ് നമുക്ക് സുകേഷ് സാഹിനിക്ക് ബാരമേ. സുകേഷ് സാഹിനിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നതെന്ന് അറിയാമോ? ഇത് നമുക്ക് പരീക്ഷയ്ക്ക് പ്രയോജനം ചെയ്യും. സുകേഷ് സാഹിനിയെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കും. ഒരു കഥ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സാഹിത്യം പഠിക്കുമ്പോൾ, ഒരു പാഠം പഠിക്കുമ്പോൾ അത് എഴുതിയ ആളിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നല്ലതാണ്. അത് മാത്രമല്ല, നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കുന്നത് ഒരു പ്രൊഫൈൽ തരും. ആ പ്രൊഫൈൽ വെച്ചിട്ട് നമ്മളൊരു ജീവനി തയ്യാറാക്കണം. ഇതേപോലെ ഒരു പ്രൊഫൈൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാകും. ആ പ്രൊഫൈൽ വെച്ചിട്ട് നമ്മൾ ആ കവിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സാഹിത്യകാരനെ കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കണം. ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സുകേഷ് സാഹിനിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ഭാഗം നോക്കുക. നമ്മൾ കഹാനികാരനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ഈ കഥയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ആദ്യം ലഘുകഥയെ കുറിച്ച് നമ്മൾ പറയും, അതിനുശേഷം നമ്മൾ ഈ കഥയുടെ ഒരു ഇൻട്രൊഡക്ഷനും പഠിക്കും. ശരി, നോക്കൂ. ലഘുകഥ ആകാർ മേ ലഘു ഹോനെ കെ ബാവജൂദ് കഹാനി കാ ഏക് പ്രകാർ. ലഘുകഥ യഥാർത്ഥത്തിൽ ചെറിയ കഥയാണ്. ഇത് കഥ എഴുതുന്ന ഒരു രീതിയാണ്. ആകാർ മേ ലഘു ഹേ ലേക്കിൻ യഹ് കഹാനി കാ ഏക് പ്രകാർ ഹേ, കഥ എഴുതുന്ന ഒരു രീതിയാണ്. ലഘുകഥാ കാ ഭേദ് മാത്ര ആകാർഗത ന ഹോക്കർ അനുഭൂതി കി സംശ്ലിഷ്ടത കോ ലേക്കർ. ലഘുകഥയുടെ വ്യത്യാസം അല്ലെങ്കിൽ സവിശേഷത ആകാർഗത മാത്രമല്ല, വലിപ്പത്തിൽ മാത്രമല്ല അതിന്റെ സവിശേഷത. മറ്റ് സാഹിത്യ രൂപങ്ങളെക്കാൾ വലിപ്പം കുറവാണെന്നുള്ളതല്ല അതിന്റെ സവിശേഷത. അത് നമുക്ക് പകർന്നു തരുന്ന അനുഭൂതിയാണ് അതിന്റെ സവിശേഷത, ഫീലിംഗ്. ലഘുകഥ നമുക്ക് പകർന്നു തരുന്ന അനുഭൂതിയാണ് അതിന്റെ സവിശേഷത. ലഘുകഥ കഥാക്കാ ലഘുതം രൂപ. ലഘുകഥ കഥ എഴുതുന്നതിന്റെ ചെറിയ രൂപമാണ്. പരന്തു കഥാ സാരാംശ് നഹി, പരന്തു കഥാ സാരാംശ് നഹി. പക്ഷെ എന്തല്ല, സമ്മറി അല്ല. ഷോർട്ട് സ്റ്റോറി ഈസ് ദ ഷോർട്ടസ്റ്റ് ഫോം ഓഫ് സ്റ്റോറി ബട്ട് നോട്ട് ദ നരേറ്റീവ് സമ്മറി. ഒരു വലിയ നോവൽ എടുത്തിട്ട് അതിനെ നമ്മൾ ചുരുക്കി എഴുതി വെച്ചാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയില്ല, ലഘുകഥ എന്ന് പറയും. മനസ്സിലായോ? അത് പകർന്നു തരുന്ന അനുഭൂതിക്കാണ് അവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുക. മനുഷ്യ की ओर से जिंदगी में कहीं कहीं जाने अनजाने गलतियां होती है. നോക്കൂ, ലഘുകഥയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലഘുകഥയെ കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ 3 സെന്റൻസിൽ പറഞ്ഞത്. അടുത്തത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന അനുതാപ് എന്ന് പറയുന്ന കഥയെ കുറിച്ചാണ് പറയുന്നത്.
मनुष्य की ओर से जिंदगी में कहीं कहीं जाने अनजाने गलतियां होती है. മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ജാനേ അൻജാനേ, അറിഞ്ഞോ അറിയാതെയോ, കഹീം കഹീം, ചിലപ്പോഴൊക്കെ എന്ത് സംഭവിക്കുന്നു? ജിന്ദഗിമേം, ജീവിതത്തിൽ, ഗൽത്തിയാം, തെറ്റുകൾ സംഭവിക്കുന്നു. മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് അവന്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോഴൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നു. കുച്ച് ഗൽത്തിയാം ऐसी है जिसकी മർഹം പട്ടി സംഭവം. ചില തെറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിഹരിക്കാൻ പറ്റും. ചില തെറ്റുകൾ നമുക്ക് തിരുത്താൻ പറ്റും. പരന്തു കുച്ചുക്കാ കോയി ഇലാജ് സംഭവ നഹീം. പക്ഷേ ചില തെറ്റുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചികിത്സിക്കാൻ കഴിയില്ല, അതിന് നമുക്ക് പരിഹാരം കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ തെറ്റ് നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ തിരുത്താൻ കഴിയില്ല. ജിസ് മനുഷ്യക്കെ ദിൽമേ സഹജീവിക്കെ പ്രതി സംവേദന ഹേ. ഏത് മനുഷ്യന്റെ ഹൃദയത്തിലാണോ സഹജീവികളോട് സംവേദനയുള്ളത്, വഹ് ഏസി ഹാലത് മേ പശ്ചാത്താപ് വിവശ് ബൻ ജായേഗ. ഈ അവസ്ഥയിൽ അവൻ പശ്ചാത്താപ വിവശനായിത്തീരും. ഏത് മനുഷ്യന്റെ മനസ്സിലാണോ സിമ്പതി ഉള്ളത്, ആ മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കലും തിരുത്താൻ കഴിയാത്ത തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് പശ്ചാത്താപം കൊണ്ട് നിറയും. അനുതാപിസി സംവേദനാസേയുക്ത ഹേ. ഈ സംവേദന നിറഞ്ഞ കഥയാണ് സുകേഷ് സാഹിനി എഴുതിയ ലഘുകഥ അനുതാപ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ലഘുകഥയെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിച്ചു. അനുതാപം എന്ന് പറഞ്ഞ കഥയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നമ്മൾ മീനിങ് പറയുക, പശ്ചാത്താപം എന്ന് നമ്മൾ പറയും. മനസ്സിലായല്ലോ? അതായത് ചെയ്തതിനെ കുറിച്ചുള്ള ദുഃഖം, ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള ദുഃഖമാണ് യഥാർത്ഥത്തിൽ പശ്ചാത്താപം എന്ന് പറയുന്നത്. അപ്പൊ ഈ പശ്ചാത്താപത്തിന്റെ കഥയാണ് അനുതാപം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇന്നത്തെ മനുഷ്യനെ നിങ്ങൾ നോക്കുക. ഇന്നത്തെ മനുഷ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ തിരക്കുള്ള മനുഷ്യനാണ്. 24 മണിക്കൂറും ജോലി ചെയ്തിട്ടും അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടും സമയം തികയുന്നില്ല എന്ന് പറയുന്ന മനുഷ്യനാണ്. ഈ തിരക്കിനിടയിൽ നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളും നമ്മൾ എന്ത് ചെയ്യാറില്ല? ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാറില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റ് പിന്നീട് തിരുത്താൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഫീലിംഗ് വളരെ വലുതായിരിക്കും. ആ ഒരു ഫീലിങ്ങിനെ കുറിച്ചുള്ള, ആ ഒരു വൈകാരിക അവസ്ഥയെക്കുറിച്ചുള്ള കഥയാണ് അനുതാപം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇന്നത്തെ നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ സഹജീവികളെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖത്തെ ഒരിക്കലും എന്ത് ചെയ്യാറില്ല? ശ്രദ്ധിക്കാറില്ല. മറ്റുള്ളവരുടെ വേദനകളെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ നിൽക്കാറില്ല. നമ്മളെപ്പോഴും സ്വാർത്ഥരായിട്ടാണ് ചിന്തിക്കുന്നതും സ്വാർത്ഥരായിട്ടാണ് പ്രവർത്തിക്കുന്നതും. സ്വാർത്ഥതയേക്കാൾ വലിയ സന്തോഷം നമുക്ക് സഹാനുഭൂതിയിലൂടെ ലഭിക്കും. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ് നിങ്ങൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. കണ്ടു നോക്കും. ശരി, അപ്പൊ നമുക്ക് ഈ ലഘുകഥയിലേക്ക് വരാം. സുകേഷ് സാഹിനി എഴുതിയ അനുതാപ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ നോക്കിയിരിക്കുക. ടെക്സ്റ്റിന്റെ PDF ഫോർമാറ്റ് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ അത് നേരെ കാണാൻ പറ്റുകയാണെങ്കിൽ അതിൽ നോക്കിയിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് വാക്കുകളുടെ അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ പോരാ, നമ്മൾ വായിക്കുന്ന വരികളുടെ ആശയം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ശരിക്കും ഈ ലഘുകഥയുടെ ഒരു അനുഭൂതി നമുക്ക് കിട്ടുക. അതുമാത്രമല്ല, നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ ശരിക്കും അതിൻ്റെ ആശയം, ഈ പറയുന്ന വാക്യങ്ങളുടെ ആശയം അല്ലെങ്കിൽ ഈ കഥയുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കും. നമുക്ക് തുടങ്ങാം. ബാബുജി ആയിയെ मैं पहुंचाए देता हूँ. एक रिक्शा वाले ने उसके नजदीक आकर कहा, असलम अब नहीं आएगी, क्या हुआ उसको?
रिक्शे में बैठते हुए उसने लापरवाही से पूछा। पिछले 4-5 दिनों से असलम ही उसे दफ्तर पहुंचाता रहा था। बाबूजी असलम नहीं रहा। क्या? उसे शाक सा लगा। कल तो भला चंगा था। उसके दोनों गुर्दों में खराबी थी। डॉक्टर ने रिक्शा चलाने से मना कर रखा था। उसकी आवाज में गहरी उदासी थी। कल आपको दफ्तर पहुंच जाकर लौटा तो पेशाब बंद हो गया था। अस्पताल ले जाते समय उसने रास्ते में ही दम തോട് दिया. നമ്മൾ ഈ കഥയിൽ 3 കഥാപാത്രങ്ങളെയാണ് കാണുന്നത്. ആദ്യം ഒരു ബാബുജി, ഒരു ഉദ്യോഗസ്ഥനാണ്. രണ്ടാമതായിട്ട് നമ്മൾ അസ്ലം എന്ന് പറഞ്ഞൊരു റിക്ഷാവാല, റിക്ഷ ഓടിക്കുന്ന ആളിനെ പരിചയപ്പെടും. അടുത്തതായിട്ട് ഒരു റിക്ഷാവാല, പേരൊന്നുമില്ല, ഒരു റിക്ഷാവാല. അപ്പൊ ബാബുജി, അസ്ലം, റിക്ഷാവാല. ബാബുജി, അസ്ലം, റിക്ഷാവാല. ഈ 3 കഥാപാത്രങ്ങളിലൂടെയാണ് ഈ കഥ പറയുന്നത്. നോക്കൂ. ബാബുജി ആയിയെ മേ പഹുഞ്ചായേ ദേത്താവ്. ബാബുജി സാർ വരൂ, ഞാൻ അങ്ങേ കൊണ്ടെത്തിക്കാം. ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് ബാബുജി. ബാബുജിയെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടാക്കാം എന്ന് പറയുന്നത് ഒരു റിക്ഷാവാലയാണ്. ഏക്ക് റിക്ഷാവാലനെ ഉസ്കെ നസ്ദീക് ആക്കർ കഹ. ഒരു റിക്ഷാവാല, ഒരു റിക്ഷ ഓടിക്കുന്നയാള് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ബാബുജിയുടെ അടുത്ത് വന്ന് ഒരു റിക്ഷക്കാരൻ പറഞ്ഞു, ബാബുജി ആയിയെ മേ പഹുഞ്ചായേ ദേത്താവ്. റിക്ഷ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റിക്ഷ എന്ന് പറഞ്ഞാല് ഓട്ടോറിക്ഷ നമുക്കറിയാം. നമ്മുടെ ഇവിടെയൊക്കെ ധാരാളമായിട്ട് ഓട്ടോറിക്ഷകളുണ്ട്. പക്ഷെ ഇത് ഓട്ടോറിക്ഷയല്ല, യന്ത്രത്തിന്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന റിക്ഷയല്ല, മനുഷ്യൻ വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷയാണ്. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ റിക്ഷ എന്ന് പറയുക. അപ്പൊ ഈ ഒരു റിക്ഷക്കാരനാണ് ഈ ബാബുജിയുടെ അടുത്ത് വന്ന് പറഞ്ഞത് പഹുഞ്ചായേ ദേത്താഹു. അസ്ലം അബ് നഹി ആയേഗ ക്യാ ഹുവാ ഉസ്കോ. ഈ ചോദിക്കുന്ന ചോദ്യം ആരുടെ ചോദ്യമാണ്? ബാബുജി ചോദിക്കുകയാണ്. അസ്ലം അബ് നഹി ആയേഗ, അസ്ലം ഇനി വരത്തില്ലേ? ക്യാ ഹുവാ ഉസ്കോ, അവൻ എന്ത് പറ്റി? അസ്ലം ഇല്ലേ, അവൻ എന്താ പറ്റിയേ? അസ്ലമും യഥാർത്ഥത്തിൽ ഒരു റിക്ഷക്കാരനാണ്. അസ്ലമും യഥാർത്ഥത്തിൽ ഒരു റിക്ഷക്കാരനാണ്. ബാബുജി അസ്ലമിനെ എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നത്? അസ്ലമായിരിക്കും നേരത്തെ ബാബുജിയെ ഓഫീസിൽ കൊണ്ടാക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അസ്ലമിനെ തിരക്കുന്നത്. असलम अब नहीं आएगा, क्या हुआ उसको? रिक्शे में बैठते हुए उसने लापरवाही से पूछा. कैसे पूछा? ലാപ്പർവാഹി സെ പൂച്ച. വളരെ കാഷ്വൽ ആയിട്ടാണ് ചോദിക്കുന്നത്. ക്യാ ഹുവാ ഉസ്കോ, അവൻ എന്തു പറ്റി? അസ്ലം അബ്നഹി ആയേഗ, അസ്ലം വരില്ലേ, അവൻ എന്തു പറ്റി? റിക്ഷേമേ ബൈഠേ ഹുയെ ഉസ്നെ ലാപ്പർവാഹി സെ പൂച്ച. ചോദിച്ചതിന്റെ കാരണം എന്താണ്? പിछले 4-5 ദിനോ സെ, കഴിഞ്ഞ 4-5 ദിവസങ്ങളായി അസ്ലം ഹി ഉസേ ദഫ്തർ പഹുഞ്ചാത്ത രഹാ ഥാ. കഴിഞ്ഞ 4-5 ദിവസങ്ങളായി അസ്ലമാണ് അദ്ദേഹത്തെ, ഈ ബാബുജിനെ ഓഫീസിൽ കൊണ്ടുവന്ന് ആക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ 4-5 ദിവസം കൊണ്ട് ഒരാള് തന്നെ ഓഫീസിലാക്കുന്നത് കൊണ്ട് അയാളെ കുറിച്ച് വളരെ കാഷ്വൽ ആയിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അസ്ലം എവിടെ പോയി, അവൻ ഇനി വരത്തില്ലേ? അപ്പോഴ് നമ്മുടെ റിക്ഷക്കാരൻ ഉത്തരം പറഞ്ഞു നോക്കുക. ബാബുജി അസ്ലം നഹീ രഹാ. ബാബുജി അസ്ലം ഇനിയില്ല, അസ്ലം മരിച്ചുപോയി. ക്യാ? ബാബുജി ഞെട്ടിപ്പോയി. ക്യാ? എന്ത്? ഉസേ ഷാക് സാ ലഗാ. അദ്ദേഹത്തിന് അത് ഷോക്കേറ്റതുപോലെയായി. എന്തുകൊണ്ടാണ്? ഒരാള് വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്താണ്? അയാൾക്ക് സുഖമില്ല, അല്ലെങ്കിൽ അയാൾ ഇന്ന് വന്നില്ല, നാളെ തൊട്ട് ഉണ്ടാവും. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താണ്? അയാൾ മരിച്ചുപോയി. ഷാക്സാലക, ഷോക്കേറ്റതുപോലെയായി ബാബുജിക്ക്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഉത്തരവാണ് കേട്ടത്. എന്നിട്ട് ബാബുജി അതിന്റെ കൂടെ പറഞ്ഞു, കൽത്തോ ഭല ചങ്കാഥ. ഇന്നലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇന്നലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കൽത്തോ ഭല ചങ്കാഥ. അപ്പോഴാണ് റിക്ഷാവാല ഉത്തരം പറയുന്നത്, ഉസ്കെ ദോനോ ഗുർദോമേ ഖരാബി ഥി. അവന്റെ 2 കിഡ്നികളിലും, ഗുർദോ, അവന്റെ 2 കിഡ്നികളും പ്രോബ്ലം ആയിരുന്നു. ഡോക്ടറിനെ റിക്ഷ ചലാനെ സെ മനാ കർ രഹാ ഥാ. ഡോക്ടർ അവനെ റിക്ഷ ഓടിക്കുന്നത് വിലക്കിയിരുന്നു. ഉസ്കെ ദോനോ ഗുർദോമേ ഖരാബി ഥി. ഡോക്ടറിനെ റിക്ഷ ചലാനെ സെ മനാ കർ രഹാ ഥാ. ആരാണ് പറഞ്ഞത്? റിക്ഷാവാലയാണ് ബാബുജിയോട് പറയുന്നത്. കൽത്തോ ഭല ചങ്കാഥ. ഇന്നലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ബാബുജി ചോദിച്ചപ്പോൾ റിക്ഷാവാല പറഞ്ഞാണ്, അവന്റെ 2 കിഡ്നികളിലും പ്രോബ്ലം ആയിരുന്നു. ഡോക്ടർ അവനെ റിക്ഷ വലിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. ഡോക്ടർ വിലക്കിയിട്ടും അയാൾ എന്ത് ചെയ്തു? റിക്ഷ വലിച്ചു. ഡോക്ടർ വിലക്കിയിട്ടും
ഡോക്ടർ മനാ കർണെ पर भी वो रिक्शा चलाया क्यों? എന്തുകൊണ്ടായിരിക്കും അയാൾ റിക്ഷ വലിക്കാൻ പോയത്? വീട്ടിലെ ഭാര്യയും മക്കളും അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളും വിശന്നിരിക്കുമ്പോ കിഡ്നി വയ്യാന്നും പറഞ്ഞിട്ട് ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ഒരു കുടുംബം നോക്കുന്ന ആളിന് വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റും? ആ ദാരിദ്ര്യം മാറ്റാനായിട്ട് അവൻ റിക്ഷ വലിക്കാൻ പോയി. അങ്ങനെ റിക്ഷ വലിച്ച് അയാൾ എന്ത് ചെയ്തു? മരിച്ചു. നോക്ക്, उसके दोनों गुर्दों में खराबी थी, डॉक्टर ने रिक्शा चलाने से मना कर रखा था. ഉസ്കി ആവാസ് മേ ഗഹരി ഉദാസി ഥി. എന്തുകൊണ്ടാണ് ആ റിക്ഷക്കാരന്റെ വാക്കുകളിൽ അത്രത്തോളം ആഴത്തിലുള്ള ദുഃഖം ഉണ്ടായിരുന്നത്? ഉദാസി, ദുഃഖം, സാഡ്നെസ്. കാരണം അവന്റെ സഹപ്രവർത്തനാണല്ലോ, അതുകൊണ്ടുള്ള ദുഃഖം. അത് മാത്രമല്ല, ഇവിടെ ഡോക്ടർ വിലക്കിയിട്ടും അവൻ റിക്ഷ വലിച്ചു. അതിന്റെ കാരണം ഈ റിക്ഷ വലിക്കുന്ന ആളിനും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവന്റെ വാക്കുകളിൽ അത്രത്തോളം വേദന ഉണ്ടായത്. കൽ ആപ്കോ ദഫ്തർ പഹുഞ്ചാക്കർ ലൗട്ടാ ദോ. ഇന്നലെ താങ്കളെ ഓഫീസിൽ എത്തിച്ചിട്ട് മടങ്ങുമ്പോ, ഇതാരാണ് പറയുന്നത്? ഈ പറയുന്നതും റിക്ഷാവാല തന്നെയാണ്. ബാബുജിയോട് പറയാണ്, കൽ ആപ്കോ, ഇന്നലെ താങ്കളെ ദഫ്തർ പഹുഞ്ചാക്കർ ലൗട്ടാ ദോ, ഓഫീസിലാക്കിയിട്ട് വന്നപ്പോ പേശാബ് ബന്ദ് ഹോ ഗയാ. എന്താണ് പേശാബ് ബന്ദ് ഹോ ഗയാ എന്ന് പറഞ്ഞാല്? അദ്ദേഹത്തിന് മൂത്രം ഒഴിക്കാൻ പറ്റാതെയായി. യൂറിൻ ഹാഡ് സ്റ്റോപ്പ്. മനസ്സിലായോ? പേശാബ് ബന്ദ് ഹോ ഗയാ ഥാ, അസ്പതാൽ ലേ ജാത്തെ സമയ, ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഉസ്നെ രാസ്തേ മേ ഹി, അവൻ വഴിയിൽ വെച്ച് തന്നെ ദം തോട് ദിയ, അവന്റെ ജീവൻ വെടിഞ്ഞു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അവന്റെ ജീവൻ വെടിഞ്ഞു. അപ്പോ ഇന്നലെയും ബാബുജി ഓഫീസിൽ കൊണ്ടാക്കിയത് ആരാണ്? അസ്ലമാണ്. ഇത്രയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇന്നലെയും അസ്ലം എന്ത് ചെയ്തു? ജോലി എടുത്തു. അപ്പൊ ശരി, നമുക്ക് ഈ പാഠഭാഗം ഒന്നുകൂടെ വായിക്കാം. ബാബുജി ആയേ മേം പഹുഞ്ചായേ ദേത്താ ഹൂം. ഏക് റിക്ഷാവാലാനെ ഉസ്കെ നസ്ദീക് ആകർ കഹാ, असलम अब नहीं आएगा, क्या हुआ उसको? रिक्शे में बैठते हुए उसने लापरवाही से पूछा. पिछले 4-5 दिनों से असलम ही उसे दफ्तर पहुंचाता रहा था. बाबूजी असलम नहीं रहा. क्या? उसे शाक सा लगा. कल तो भला चंगा था. उसके दोनों गुर्दों में खराबी थी. डॉक्टर ने रिक्शा चलाने से मना कर रखा था. उसकी आवाज में गहरी उदासी थी. कल आपको दफ्तर पहुंचाकर लौटा तो पेशाब बंद हो गया था. अस्पताल ले जाते समय उसने रास्ते में ही दम तोड़ दिया था. ശരി, നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് പഠിച്ചു നിർത്തുകയാണ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവരും പാഠം നന്നായിട്ട് വായിച്ചു നോക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, നന്ദി.